ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കിയ ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ അരങ്ങേറിയത്. T20 ലോകകപ്പിന്റെ സൂപ്പർ 8 ഘട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ വിജയിച്ചാൽ മാത്രം സെമി ഫൈനൽ ഉറപ്പിക്കാമായിരുന്ന ഇന്ത്യക്ക് ആ വിജയം സമ്മാനിച്ചത് മറ്റാരുമല്ല, കേരളത്തിന്റെ സ്വന്തം സഞ്ജു സാംസൺ. പുറത്താവാതെ അദ്ദേഹം അടിച്ചുകൂട്ടിയ 97 റൺസ് കേവലം ഒരു ഇന്നിംഗ്സ് മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജു എന്ന പ്രതിഭയുടെ സ്ഥാനം ഉറപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഈ മത്സരത്തിൽ സഞ്ജു കുറിച്ച 97 റൺസ് T20 ലോകകപ്പ് ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ താരം റൺ ചേസിൽ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ്. ഇതിഹാസ താരം വിരാട് കോഹ്ലിയുടെ പേരിലായിരുന്ന റെക്കോർഡാണ് സഞ്ജു തിരുത്തി കുറിച്ചത്. 2016 ഓസ്ട്രേലിയക്കെതിരെയും 2022 പാകിസ്ഥാനെതിരെയും കോഹ്ലി നേടിയ 82 റൺസായിരുന്നു ഇതിന് മുമ്പത്തെ റെക്കോർഡ്. ക്രീസിൽ സമാധാനപരമായി നിലയുറപ്പിക്കുകയും എന്നാൽ ആവശ്യമായ ഘട്ടങ്ങളിൽ ആക്രമണകാരിയാവുകയും ചെയ്യുന്ന സഞ്ജുവിന്റെ ശൈലി ആരാധകരെയും മുൻ താരങ്ങളെയും ഒരുപോലെ വിസ്മയിപ്പിച്ചു. ഈഡൻ ഗാർഡൻസിലെ ഗാലറിയിൽ കളി കാണാൻ നേരിട്ടെത്തിയ മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലി സഞ്ജുവിന്റെ പ്രകടനത്തിൽ അതീവ സംതൃപ്തി രേഖപ്പെടുത്തി. മത്സരശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമാണ്. സഞ്ജു സാംസൺ വളരെ മികച്ച പ്ലെയറാണ്. വൈറ്റ് ബോളിൽ അദ്ദേഹം സ്ഥിരമായി ഇന്ത്യക്ക് വേണ്ടി കളിക്കണം. ക്രീസിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ എതിരാളികൾക്ക് വലിയ ഭീഷണിയാകാൻ അദ്ദേഹത്തിന് സാധിക്കും. സാഹചര്യത്തിനനുസരിച്ച് ബാറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ പക്വതയാണ് ഈ വിജയത്തിൽ നിർണായകമായത്. സഞ്ജുവിനെ പോലൊരു താരത്തെ ടീമിൽ സ്ഥിരപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഗാംഗുലി വിരൽ ചൂണ്ടുന്നത്. പലപ്പോഴും ടീമിൽ വരികയും പോവുകയും ചെയ്യുന്ന ഇൻ ആൻഡ് ഔട്ട് രീതി സഞ്ജുവിന്റെ കാര്യത്തിൽ അവസാനിപ്പിക്കണമെന്ന അദ്ദേഹത്തിന്റെ വാദം ക്രിക്കറ്റ് നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്.